ഇത് ഇവിടെ ഇവിടെ ഇത്രയൊരു ഇത് നമുക്ക് ഇവിടെ ചേരാന് ഇവിടെ ഒരു ഇത് ഉണ്ടാക്കി തന്നെ. അതായത് ഇത്ര സൗകര്യത്തിനാണ് നമ്മുടെ ഇതിന് വേണ്ടിയിട്ട്, ആത്മാവിനെ നിർത്താൻ വേണ്ടിയിട്ടുള്ള സംഗതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പം ഈ ആത്മാവിനെ നമുക്ക് ഒരു പടിയിലേക്ക് ഉയർത്തുന്ന ഒരു അവസ്ഥ നമ്മുടെ ഗുരുക്കന്മാര് നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അത് എത്രത്തോളം ഓരോരുത്തർ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും എന്നെ സംബന്ധിച്ച് എൻ്റെ ആത്മാവിന് ഒരു ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ട് പാതഞ്ജല യോഗസൂത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്. ആ അറിവ് കുറച്ച് കിട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് കൊണ്ടുവരേണ്ടതാണ്. ഇത് നമുക്ക് കിട്ടിയുള്ള തിയറിയാ. അതിനെ പ്രാക്ടിക്കലായിട്ട് എത്രമാത്രം കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഡൗട്ടാണ്. അങ്ങനെയാണ് എൻ്റെ അവസ്ഥയുള്ളത്. കാരണം അത്ര പടി ഉയർന്ന തലത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഞാൻ എന്നെ സംബന്ധിച്ച് വളരെ ശിശുവാണ്. അപ്പം ആ ഒരു പടി ഓരോരുത്തരും എത്തി നിൽക്കുന്ന പടികൾ കണ്ടിട്ട് ഞാൻ അതിശയിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ശിശുവായിട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത്രയും വലിയ പടിയിലേക്കാണ് എത്തിയിരിക്കുന്ന ഗുരുനാഥന്മാരൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ അതിശയിച്ചിരിക്കുകയാണ്, നമുക്ക് എങ്ങനെ അതിലേക്ക് എത്താൻ പറ്റും. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എൻ്റെ മനസ്സുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇത് ചിത്തത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇവിടെ എത്ര സൗകര്യങ്ങളൊക്കെ തന്നെ എല്ലാ ആൾക്കാർക്കും നല്ല ഒരു മനസ്സ് നിറഞ്ഞിട്ടുള്ള ഒരു ഇത് പറയുന്നു. താങ്ക്സ്. എൻ്റെ പേര് ബാബു ആണ്. എൻ്റെ വീട് ഇരിട്ടിയിലാണ്, കണ്ണൂർ ജില്ലയിൽ. ഞാൻ ഒരു അക്യുപഞ്ചറിസ്റ്റാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. എല്ലാ ഗുരു ശ്രേഷ്ഠന്മാർക്കും നമസ്കാരം. പേര് അബ്ദുൽ ഗഫൂർ, സ്ഥലം പെരിഞ്ഞനം, തൃശ്ശൂർ ജില്ല. ഞാനൊരു പ്രിന്റിംഗ് പ്രസ്സിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ 2 ദിവസമായിട്ട് ഇവിടെ നിന്ന് കിട്ടിയ അനുഭവം, അറിവുകള്, ഈ സാധനാ മാർഗത്തിലേക്ക് ഞാൻ വന്നിട്ട് ഇപ്പൊ 1 വർഷം 1.5 വർഷത്തോളം ആവുന്നു. ഞാന് ശരയോഗ എന്ന സാധന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു അന്വേഷണം അല്ല, അത് ഇതിലൂടെയാണ് ഇതിലേക്ക് ഒക്കെ എത്തിപ്പെടുന്നത്, അന്വേഷണങ്ങളായിട്ട്. അപ്പൊ എന്തായാലും ഈ യോഗമാർഗത്തിൽ ഇങ്ങനെയുള്ള വളരെ കുറച്ചറിവുകൾ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഈ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമല്ല, അതിന്റെ അപ്പുറം എന്തൊക്കെയോ ഉണ്ടെന്നുള്ളൊരു ബോധ്യം വന്നിട്ടുണ്ട്. പ്രാണൻ ശ്വാസത്തിനെ കേന്ദ്രീകരിച്ചിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും. പ്രപഞ്ചത്തിന്റെ സ്പന്ദനം, ഉത്ഭവവും സ്പന്ദനവും നിലനിൽപ്പും നാശവും എല്ലാം അതിന് കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് അതിനെ തിരിച്ചറിയാനായിട്ടുള്ള പാതകൾ മാത്രമാണ് ഈ വ്യത്യസ്തമായിട്ടുള്ള ഈ പാതഞ്ജല യോഗ സൂത്രമായാലും രാജയോഗ, ക്രിയായോഗ, ഹംസയോഗ എന്നൊക്കെ പറയുന്നതായിട്ട് ഞാനത് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും ഇതൊരു നല്ല മാതൃകയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതില് നമ്മൾക്ക് അറിവ് പകർന്ന ഗുരുക്കന്മാരുടെ ആത്മാർത്ഥത, അതിനോടുള്ള അവരുടെ ഡെഡിക്കേഷൻ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവർക്ക് അതിൽ നിന്ന് ആർജിച്ചിട്ടുള്ള ഗുണങ്ങള് നമ്മൾക്ക് അവരുടെ ഓരോ ഭാവത്തിലും സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്.
അതൊരു വലിയ കാര്യമാണ്. ഒരു മാതൃകാപരമായിട്ടുള്ളൊരു ഇത് തന്നെയാണ്. വിമർശനങ്ങൾ ഉണ്ടായിട്ടും ഒക്കെ വന്നിട്ട് അതിനൊക്കെ സ്വീകരിച്ചുകൊണ്ട് മറുപടി തന്നതൊക്കെ ആ രീതിയിലാണ്. ഒരു നേരായ ഒരു വെളിച്ചം, ഒരു വെള്ളി വെളിച്ചം അവിടെ എല്ലാവർക്കും ഉണ്ട്. അത് നമുക്ക് പകർന്ന് ആവുന്നോളം ശ്രമിച്ചിട്ടുണ്ട്. നമുക്കത് എത്രത്തോളം സ്വീകരിക്കാൻ പറ്റിയെന്നുള്ളത് മാത്രമേ നോക്കൂ. എന്തായാലും ഈ എങ്ങനെയുള്ളൊരു സെഷൻ ഈ ഒരു ഇത് ഇവിടെ അവതരിപ്പിക്കുകയും പിന്നെ ഉള്ള സംവിധാനങ്ങൾ ഒരുക്കുക കാര്യങ്ങളൊക്കെ ചെയ്ത ഈ നവഗോത്ര ഗുരുകുലം സന്തോഷേട്ടൻ, കുഞ്ഞമ്മ ഉള്ള എല്ലാവർക്കും ആത്മാർത്ഥമായ എന്നുള്ള പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു സത്സംഗം ഉണ്ടാവുമ്പോൾ എപ്പോഴും പങ്കെടുക്കാൻ താല്പര്യം എനിക്കുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന സാധന എത്രത്തോളം ശരിയാണ്, അല്ലെങ്കിൽ അതിനെ ഇനിയും പോഷിപ്പിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ അതിനെപ്പോഴും പ്രചോദനം നൽകുന്നവയാണ് സത്സംഗങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ നമ്മള് സാധാരണ ഹംസസാധകർ മാത്രമാണ് ഉണ്ടാവാറുള്ളത്. എങ്കിൽ ഇന്നലെ ഇന്നുമായിട്ട് നടന്ന ഈ ക്യാമ്പില് വേറൊരു വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പല മാർഗങ്ങള് അന്വേഷിക്കുന്ന കുറെ അന്വേഷികളായിട്ടുള്ള ആളുകളെ പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് വളരെ തിരക്കേറിയ ഈ ലോകത്ത് ഒരുപാട് ജീവിത പ്രാരാബ്ധങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന കുറെ ആളുകളുടെ ഇടയിൽ നമ്മൾ കൊണ്ട് വേർതിരിഞ്ഞ് പോരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മളെ പോലെയുള്ള അതേ അവസ്ഥയിലുള്ള കുറെ ആളുകൾ ഉണ്ട് എന്നുള്ളൊരു ആശ്വാസം ഇവിടെ വന്നപ്പോൾ കിട്ടി. എന്തായാലും ഗുരുക്കന്മാരോടൊപ്പം ചെലവഴിക്കാൻ കിട്ടിയ അവസരമാണ്. അതുപോലെ ഈ സാധനയിൽ നമുക്ക് ഓരോരുത്തർക്കുള്ള പിഴവുകളോ ഒക്കെ അത് പരിഹരിക്കാൻ ഈ ഒരു ക്യാമ്പ് സഹായിക്കുന്നില്ലെങ്കിൽ പോലും എന്നാലും യോഗസൂത്രത്തെ കുറച്ചുകൂടി വിശദമായിട്ട് മനസ്സിലാക്കാൻ സഹായിച്ചിട്ടുണ്ട്. കൂടാതെ നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന ഒരു കുടുംബത്തിലേക്ക്, നമ്മളുടെ സ്വന്തം ഒരു വീട്ടിലേക്ക്, തറവാട്ടിലേക്ക് കയറി വന്ന പോലെയുള്ള ഒരു അനുഭവമാണ് എനിക്കും ഈ നവഗോത്ര ഗുരുകുലത്തേക്ക് വന്നപ്പോൾ ഉണ്ടായത്. പ്രത്യേകിച്ച് എനിക്ക് അമ്മയുടെ കൂടെ 2 ദിവസം കിടന്നുറങ്ങാൻ പറ്റി എന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതാണ്. പിന്നെ സന്തോഷിന്റെയും അതുപോലെ പൊന്നയുടെയും മക്കളുടെയും ഒക്കെ സഹകരണം ഒക്കെ എല്ലാം വലിയൊരു വളരെ നല്ലതായിട്ടാണ് തോന്നിയത്. ഭക്ഷണവും എല്ലാം തന്നെ. എല്ലാവർക്കും നന്ദി. നമസ്കാരം. ഈ 2 ദിവസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയില് നമ്മൾ ചെയ്യുന്ന സാധന എത്രത്തോളം എത്തിയിട്ടുണ്ട്, അത് ഇനി എന്തൊക്കെ നമുക്ക് അത് ചെയ്യണം, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ്. നമ്മൾ എവിടേക്ക് എത്തുന്നില്ല. ഈ സാധനകള് ഇനി എത്രയോ പരിപോഷിപ്പിച്ചാൽ മാത്രമേ ഈ പറയുന്ന അവസ്ഥകളിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇതില് നമ്മൾ ഗ്രന്ഥപ്രമാണങ്ങളെല്ലാം സത്യമായിട്ടാണ് നിൽക്കുമ്പോഴും നമ്മുടെ സാധന കുറവാണ് നമ്മൾ ഈ സാധകരില് നമ്മൾ എവിടെയും എത്തിപ്പെടാതിരിക്കുന്നത് എന്നുള്ള ആ ഒരു പ്രധാന തത്വം എപ്പോഴും നമുക്ക് വെളിവാക്കി തരാൻ വേണ്ടി ഈ ഗുരുക്കന്മാരെ എത്രയോ പ്രയാസപ്പെട്ട് നമുക്ക് ഈ ഇവിടെ സംഘടിപ്പിച്ച് ഓരോ സ്ഥലങ്ങളിലായിട്ട് ഓരോ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടും ഇതുപോലെ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടും അവര് നമുക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ്. അപ്പൊ ഇതിനു വേണ്ടി വിശ്രമില്ലാതെ പ്രവർത്തിക്കുന്ന ഈ ഗുരുക്കന്മാരോട് ആദ്യം എൻ്റെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ ഇത്രത്തോളം ഒളിഞ്ഞെടുക്കുന്ന അറിവുകളെ നമ്മളിലേക്ക് ഒരു മടിയും കൂടാതെ നമുക്ക് വെളിവാക്കി തരുന്ന ഇവരുടെ മനസ്സിനാണ്
നമ്മൾ ആദ്യം നന്ദി പറയേണ്ടത്. അപ്പൊ ഇതിനു വേണ്ട എല്ലാ സ്ഥലങ്ങളും കണ്ടെത്തി നമ്മൾ അവിടേക്ക് വിളിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആളുകൾ, നമ്മുടെ പരിചയത്തിലുള്ള കൂടുതൽ ആളുകളെ എത്തിച്ച് ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. വളരെ ആളുകൾ വീണ്ടും കുറയും, ചില സമയത്ത് ആളുകൾ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ സത്യങ്ങളെ ഉൾക്കൊണ്ട് സാധനാ മാർഗത്തിലൂടെ ചരിച്ച് ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ കൂടുതൽ ആളുകൾ ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത്. ഈ 2 ദിവസത്തെ ക്ലാസ്സുകളും വളരെ നന്നായിരുന്നു. നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഈ യോഗസൂത്രത്തിന്റെ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചെന്ന നമ്മുടെ ഗുരുനാഥന്മാർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും, അതുപോലെ നമുക്ക് ഈ അവസരം ഒരുക്കി ഇത്രയും 2 ദിവസത്തേക്ക് നമുക്കിവിടെ ഈ സംഘടിക്കാനും അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്ന നവഗോത്ര ഗുരുകുലത്തിന്റെ സന്തോഷിയുടെ കുടുംബത്തിനോടും എല്ലാവരോടും പിന്നെ നന്ദി അറിയിക്കുകയാണ്. ഇനിയും നമ്മൾ ഇതുപോലത്തെ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് നമ്മളുടെ സാധനകളെ പരിപോഷിപ്പിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ. നമസ്തേ. ഈ ആത്മാവിനെ അനുഭവിച്ചവരും ആത്മാവ് ഉണ്ടോ എന്ന് സംശയിക്കുന്നവരുമായിട്ടുള്ള 2 തരം ആൾക്കാരാണ്. ഞാൻ ഏതായാലും ഈ സംശയത്തിന്റെ വഴിയിൽ നിൽക്കുന്ന ആളാണ്. അനുഭവം ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇതുവരെ നമ്മളെല്ലാം കേട്ടിട്ടുള്ളൊരു സംഗതി ലൊഗിറ്റോ എർഗോസം, അല്ലെങ്കിൽ ഐ തിങ്ക് ദെർഫോർ ഐ ആം. ഞാനുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണം എന്താണ്? ഞാൻ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ഞാനുണ്ട് എന്ന് അറിയണമെങ്കിൽ ചിന്തയൊക്കെ ക്ലോസ് ചെയ്യണം, 0 ആക്കണം, അല്ലെങ്കിൽ ചിന്ത കട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു നമ്മളെല്ലാം ഈ സ്കെപ്റ്റിസിസം അല്ലെങ്കിൽ സംശയം ഉള്ള ആൾക്കാർക്ക് ഇതുവരെ തുറന്നു വന്നിട്ടുള്ള പാതയിലെ ഇതാണ്. ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാനുണ്ട്. ചിന്തിക്കുന്നില്ലെങ്കിൽ ഞാനില്ല. അതാണ് ഈ ഫിലോസഫിക്കലായിട്ടുള്ള വെസ്റ്റേൺ കൺസെപ്റ്റിന്റെ ഒരു അതിന് ഏറെ തിരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ചിന്തയെ ക്ലോസ് ചെയ്യുക. അപ്പൊ നമ്മളുണ്ടോ ഇല്ലയോ എന്ന് അറിയാമെന്നുള്ളതാണ്. അത് അനുഭവിച്ചാലേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരാൾക്കും ഇത് ഷെയർ ചെയ്യാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. അപ്പൊ അതിലേക്കുള്ളൊരു ശ്രമം എന്നുള്ള നിലയ്ക്ക് എന്തായാലും ഇത് 2 ബാന്ധവമാണ്. മാത്രമല്ല ഇതിന് കൂടുതൽ പ്രസക്തി വരുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലഘട്ടത്തില് നമ്മള് ചിന്ത അവിടെ നടക്കുന്നുണ്ട്. ഞാനില്ലാണ്ട് ചിന്ത നടക്കുന്നുണ്ട്. അത് നല്ല ഫലം തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ചിന്തയ്ക്ക് എന്നുള്ളതാണ്. ചിന്ത വേറെ രീതിയിൽ നടക്കും. ഇതൊരു മെഷീൻ പ്രോസസ് ആയിട്ടും കൂടിയിട്ട് ഈ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ മെഷീൻ പ്രോസസ്സായിട്ടും ചിന്ത നടക്കുന്നുണ്ട്. അപ്പം ഈ ചിന്തയല്ല ഞാൻ എന്നുള്ളതിന്റെ ഒരു പ്രകടനം വേറെ രീതിയിൽ ഇപ്പൊ നമ്മൾ അറിയണം. കാരണം മനുഷ്യൻ ചിന്തിച്ച് കിട്ടുന്ന ഫലത്തെക്കാട്ടിലേറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫലങ്ങൾ പുറത്തു വരുമ്പോ ചിന്ത നടക്കുന്നുണ്ട്. അതിന് ഞാൻ വേണമെന്നില്ല എന്നുള്ളതാണ്. അതൊരു യന്ത്രത്തിനും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിട്ടാണ് അനുഭവം കൊണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരു ശരിയായ രീതിയിലാണ് നമ്മുടെ ഈ എന്താ പറയണ്ട ഈ ക്ലാസ്സും മറ്റു കാര്യങ്ങളും പോകുന്നത്. അത് അവനവൻ തന്നെ അനുഭവിച്ചിട്ട് അറിയേണ്ട കാര്യമാണ്. അതിപ്പം നമ്മളെ കുതിരയെ വെള്ളത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനേ പറ്റില്ല, കുടിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മാതിരി നമ്മളെയൊക്കെ വെള്ളത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കുടിക്കണോ വേണ്ടത് നമ്മളിന്ന് നിശ്ചയിക്കേണ്ടതാണ്. അതിന് എഫർട്ട് ഉണ്ട്. ഇത്രയും ഒരു സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ടുള്ള ഈ സ്ഥാപനത്തിന്റെ ഭാരവാഹികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ ക്ലാസ് എടുത്തുള്ളവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇവിടെ 2 ദിവസമായി നമ്മൾ ഒത്തുചേർന്നത് യോഗസൂത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനാണ്. അതിൽ സാധനയിലൂടെ സമാധി അവസ്ഥ, അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ ലോകത്തുള്ള കോടാനുകോടി ജനങ്ങള് ജനിച്ചിട്ടുള്ളത്. പക്ഷേ അവർക്ക്
യഥാർത്ഥ വഴി അറിയാതെ അവർ നടക്കുകയാണ്. ആ വഴിയിലേക്കുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കൽ നമ്മൾ ഇവിടെ നടത്തുക. ഇത് നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിൽ പല ദേശങ്ങളിൽ നടത്തിയാൽ കുറെ പേർക്കെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിലേക്കും അവരുടെ ജീവിത ലക്ഷ്യത്തിലേക്കും എത്താൻ സാധിക്കും. ആ ഒരു അവസ്ഥ ആവശ്യമായിട്ടുള്ള ആണ്. അതിലേക്കുള്ള വഴി നമ്മൾ തുറന്നു കൊടുക്കുന്നു. ആ വഴിയിലേക്ക് ആവശ്യമുള്ളവർക്ക് കടന്നു വരാം, അവർക്ക് ലക്ഷ്യപ്രാപ്തിയിലെത്താം. ഇതാണ് നമ്മുടെ യോഗസൂത്രയുടെ പ്രധാന ലക്ഷ്യം. അപ്പോ ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതുപോലെ മറ്റു മേഖലകളിലും ഇതേപോലെ എല്ലാവർക്കും എല്ലാ പ്രദേശങ്ങളിലും എത്താൻ കഴിയില്ല. അതുകൊണ്ട് ഓരോ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ ഗുണം ലഭിക്കും. ഇവിടെ ഈ നവഗോത്ര ഗുരുകുലത്തിൽ സംഘടിപ്പിച്ച ഈ പരിപാടി എല്ലാവർക്കും ആസ്വാദ്യകരമാണ് എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് നിർത്തട്ടെ. വെല്ലുവിടല്ലേ ജ്ഞാനിയുടെ മോനാണ്. ഇവിടെ എത്തിയ കാര്യത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഭാഗം പറഞ്ഞു. നേരം ഇത് ചെയ്യാനാണ് ആ ഭാഗം പറഞ്ഞത്. അതിനു മുമ്പേ പാടൂര് 2024 ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ ഫോട്ടോ നോക്കുന്ന സമയത്ത് അതിനെ കണ്ടപ്പോഴാണ് വീണ്ടും പറഞ്ഞത്. സഹവാസ ക്യാമ്പ് നടത്തിയ ദിവസം അവിടെ പങ്കെടുത്തിരുന്നു. രണ്ട് ദിവസത്തെ ക്യാമ്പായിരുന്നു അന്ന് അവിടെ ഉണ്ടായത്. അപ്പൊ അതിലേക്ക് എത്തിയത് എങ്ങനെ എന്നുള്ളത് അന്ന് അവിടെ പറഞ്ഞിരുന്നതാണ്. അതായത് പ്രകൃതിയിലേക്ക് നോക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ പ്രകൃതിയെ ഒരു ചോദിക്കുന്ന പോലെ അല്ല, പ്രകൃതിയെ കുറിച്ച് അറിയണമല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് മൊബൈലിൽ അന്നൊരു മെസ്സേജ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാ പോയിട്ട് പങ്കെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ട് പങ്കെടുത്ത സമയത്ത് അവിടെ അറ്റൻഡ് ചെയ്ത് ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം എത്തിയ സമയത്ത് ഒരു ചോദ്യം അവിടെയും ചോദിച്ചിരുന്നതാണ്. യോഗയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് അന്ന് അവിടെ ചോദിച്ചിരുന്നത്. അപ്പോ അന്ന് സിദ്ധയോഗയെ കുറിച്ചുള്ള അറിവ് പല രീതിയിലുള്ള പേരുകളായിട്ട് കേൾക്കാറുണ്ടല്ലോ. അപ്പോ എങ്ങനെയാണ് യോഗയെ അറിയാൻ ശ്രമിക്കുക എന്നുള്ളൊരു ചോദ്യമായിരുന്നു അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അന്നത് സഹവാസ ക്യാമ്പിന്റെ ഒരു രീതിയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നിരുന്നത്. അപ്പൊ യോഗ എന്നുള്ള വിഷയം യാദൃശ്ചികമായി വന്നു എന്നുള്ളത് മാത്രമാണ് അന്ന് സംഭവിച്ചത്. പിന്നെ തിരിച്ചുപോയി വീണ്ടും ആ ഒരു യാത്ര നടന്ന് പിന്നെ ഈ അടുത്ത് യോഗയെ കുറിച്ചുള്ള അടുത്ത കാര്യങ്ങളെ കുറിച്ച് അറിയുമ്പോൾ സാധന എന്നുള്ള ഒരു പേര്. അപ്പൊ സാധന എന്നുള്ളതിനെ പറ്റി അറിയാതെയായി അടുത്ത്. അപ്പൊ ഞാൻ അധ്യാപകൻ, അപ്പൊ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ ഞാൻ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ വായിക്കുന്നതാണ്. ഇംഗ്ലീഷ് വായിക്കുന്നു, അത് ദിവസേന വായിക്കുന്നു എന്നുള്ളത് കുട്ടികളും വായിക്കാൻ പറയുന്നു, അവരും വായിക്കട്ടെ, ഞാനും വായിക്കുന്നു. അങ്ങനെ വായിക്കുക, ഈ പാഠഭാഗങ്ങൾ വായിക്കുന്ന അല്ലെ ഏതെങ്കിലും ഭാഗം വായിക്കുന്നു എന്നുള്ള രീതിയിൽ വായന തുടർന്ന് കൊണ്ടുപോകുന്ന ആ ഒരു ദിവസം, അതായത് 30 ദിവസ ക്രമത്തേക്ക് ഞാൻ വായിച്ചു പോകാം എന്നുള്ള രീതിയിൽ ഞാനും അത് ചെയ്തു. അങ്ങനെ അത് തുടർച്ചയായി ചെയ്തു വന്ന സമയത്ത് അറിഞ്ഞൊരു കാര്യമായിരുന്നു അടുത്ത് യോഗയുടേതായിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ അതിനെ അടുത്ത ഇതെന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസയോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. എന്നാൽ എത്തിയതിൽ കുറച്ച് വൈകി, അതിനുണ്ടായ സാഹചര്യം പറഞ്ഞു. അപ്പൊ ഇന്ന് ഈ ഒരു ഇതിൽ പങ്കെടുക്കുമ്പോഴും അതേ ഇതിലാണ് ഇരിക്കുന്നത്, അറിയാനുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ജിജ്ഞാസയോട് കൂടിയിട്ട്. അത് തന്നെയാണ് ഞാൻ ഇന്ന ദിവസം പറഞ്ഞതിലും ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോ സാധനക്രമം ചെയ്യുന്ന രീതികൾ എന്ത്, എങ്ങനെ ചെയ്യണം, ഏത് സാധന ചെയ്യണം എന്നൊന്നും അറിയില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്.
അറിവില്ലായ്മയിലാണ് അറിവിന്റെ ആദ്യ ഇത് മുളയ്ക്കുന്നത് എന്നുള്ള രീതിയിൽ അതിനോട് ഉൾക്കൊള്ളുന്നു. അറിവില്ലായ്മയാണ് അറിവെന്നറിയുമ്പോൾ അറിവിന്റെ നേർവഴി അറിയുന്നു എന്നുള്ളൊരു ഒരു ഇത് പണ്ട് കവിതയായിട്ട് എഴുതിയ സമയത്ത് അതിൽ ചേർത്തിരുന്നതാണ്. അപ്പോൾ അറിവിന്റെ യാത്ര തേടി പോകുന്നതിനെ കുറിച്ച് അറിവ് എന്നുള്ള രീതിയിൽ അതിന് എഴുതി പണ്ട് തുഞ്ചത്ത് എഴുത്തച്ഛന്റെ അവിടെ ഒരു ഇത് നടക്കുമ്പോൾ അതിലേക്ക് എഴുതി കൊടുത്തൊരു കവിതയിൽ ഉൾപ്പെടുത്തിയിരുന്ന വരിയിൽ അതിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന അവസാനം അറിവില്ലായ്മയാണ് അറിവെന്നറിയുമ്പോൾ അറിവിന്റെ നേർവഴി അറിയുന്നുണ്ട്. താരാപഥത്തിലും വിരചിക്കുമ്പോഴും മനുഷ്യന് തത്വമസി എന്നും വിദൂരമല്ലേ എന്നുള്ളതാണ് അവസാനമായിട്ട് അതിൽ പേർത്തതാണ്. ഇപ്പൊ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന സമയത്ത് പറഞ്ഞു മാത്രം. അപ്പോ അങ്ങനെ ഈ 2 ദിവസങ്ങളില് നടന്ന ഡിസ്കഷന്റെ ഭാഗമായിട്ടും കേൾക്കുന്നതിന്റെ ഭാഗമായിട്ടും ആ ഒരു അറിവ് കൂടുതൽ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ടാണ്. കഴിഞ്ഞ ദിവസം വരുന്ന സമയത്ത് അത് 2 രീതിയിൽ പറയാം. ഇപ്പോൾ അധ്യാപകൻ എന്നുള്ള രീതിയിൽ കുട്ടികളോട് പറയുന്ന അതേ രീതിയിൽ പറയണം. കഴിഞ്ഞ ദിവസം വരുന്ന സമയത്ത് ഇതിൽ എഴുതി തന്നിരുന്ന പ്രകാരം ഇന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക എന്നുള്ളതാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അത് ഫോളോ ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് അത് നോക്കി വരുന്നു. അപ്പോൾ ബസ്സിലിരുന്നിട്ട് അവരോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് പറയണം എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പൊ അതില് അവിടെ ഇറങ്ങിയിട്ട് നടന്നെത്തേണ്ട സ്ഥലം ഇന്ന സ്ഥലമാണെന്ന് അതിന്റെ തൊട്ട് താഴെയാണ്. അപ്പൊ അത് ആളെ കാണിച്ചത് എന്നാ അവിടെ ഇറങ്ങണമെന്നില്ല, ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് അവര് വണ്ടിയിൽ അവിടെ ഇറങ്ങാതെ ഈ സ്ഥലത്ത് അടുത്ത സ്ഥലത്ത്, അതായത് 5 സ്റ്റോപ്പുകൾ കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം ആണ് ഇത്. അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ട് നടക്കാന്ന് പറഞ്ഞ ഭാഗം ആ ബസ് പോകുന്നത് ഇതിലൂടെയാണെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ എത്തിയ സമയത്ത് അവിടെ ഇറങ്ങാൻ ആളുകൾ അവിടെ ഇറങ്ങിപ്പോയി. അപ്പൊ ആ അറിവ് അതിൽ ഉൾപ്പെടാതെ എഴുതി വെച്ചതിൽ ഉൾപ്പെടാത്ത ഒരു ഭാഗമായിട്ട് വന്നു. അപ്പൊ അവിടെ എത്തുന്ന ആ വഴിയിൽ അടുത്ത ആ ടേണിങ്ങിൽ അങ്ങനെ പോയാൽ മതി. അപ്പൊ അത് പറഞ്ഞു കേട്ടു. അത് യാദൃശ്യമായി പറഞ്ഞതാവാന്ന് എഴുതിയിട്ട് അവിടെ കടയിൽ ചോദിച്ചപ്പോൾ അതന്നെ ഇത് ഒന്നും കൂടെ കൺഫേം ചെയ്യാന്ന് വെച്ചാൽ അതെ ഈ വഴി തന്നെയാണ്. അവിടുന്ന് നടന്ന് അവര് ഇത്തരം ഈ വീട് കഴിഞ്ഞിട്ട് അടുത്ത വീട് എന്നും കൂടെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ എഴുതി വെച്ചതിൽ നിന്നും അറിയുന്നതിന് വേറൊരു മാനം അവിടെ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഇവിടെ കേട്ട് അറിഞ്ഞ മറ്റൊരു കാര്യത്തിലായിരുന്നു വയല്. ഇവിടെ ഒരു അടുത്തൊരു വയലുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ നീറ്റപ്പ് കയറി നിന്നാ അവിടെ പോയോക്കാൻ കരുതി. അപ്പൊ ഞാൻ ഇവിടുന്ന് നേരെ പോയി അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് കുറച്ച് പോയപ്പോ അത് അവിടെ എത്തിയില്ല. അപ്പൊ തിരിച്ച് ഇങ്ങോട്ട് വന്ന് നേരെ അങ്ങോട്ട് പോയി. അവിടെ പോയപ്പോഴും അത് എത്തിയില്ല. അവിടെ പോയപ്പോ ഒരു കുളവും ക്ഷേത്രവും ഒക്കെ കണ്ടു. അങ്ങനെ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വന്നു. അപ്പൊ പിന്നെ പോകുന്നതിന്റെ യാത്ര ഇവിടെ വെച്ചിട്ട് നിർത്തി. പിന്നെ ചോദിക്കാന്നായി. ഇപ്പൊ ഒരു അറിയുന്ന ആളോട് ചോദിക്കുമ്പോഴാവും അടുത്ത കാര്യം അറിയാം. ഗുരുവിന്റെ സാന്നിധ്യം എന്ന് അറിയുന്ന ആളുടെ അടുത്ത് ചോദിക്കാന്നുള്ളത്. ചോദിച്ച സമയത്ത് പറഞ്ഞു ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ കാര്യം പറഞ്ഞപ്പോ പിന്നെ പോയപ്പോ കറക്റ്റ് ആയി അവിടെ പോയപ്പോ എന്താ അവിടെ ഒന്ന് കണ്ടു. അപ്പൊ ആ കാഴ്ച കാണാൻ ആഗ്രഹിച്ചു വരുമ്പോൾ ആ കാഴ്ച ഡയറക്റ്റ് ചെയ്യാൻ കൃത്യമായിട്ടുള്ള അറിവ് കിട്ടുമ്പോൾ ഒരു പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കൃത്യമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് തിരിച്ചു വരാം. കേട്ടറിവാവാം, വായിച്ചറിവാം, ഏതോ. പക്ഷെ അതിനെ തേടി പോകുന്ന യാത്രയിൽ കിട്ടുന്ന അതിന് കൃത്യമായിട്ടുള്ള ധാരണകളോട് കൂടിയിട്ട് മുന്നോട്ട് നയിക്കപ്പെടുമ്പോൾ കൃത്യമായിട്ടുള്ള അറിവിലേക്ക് എത്തിപ്പെടും എന്നുള്ള ധാരണയോട് കൂടിയിട്ട്. മനോജ്. ശരി, എന്റെ പേര് മനോജ്. മലപ്പുറം. ഞാൻ പേര് പറഞ്ഞില്ല, സുബ്രഹ്മണ്യൻ. ആശയത്തിലാണ് ഇതിന്റെ അറിവ് പഠിച്ചത്. 2ാം പ്രാവശ്യം നമസ്കാരം, എൻ്റെ പേര് ഡോൺ. ഞാൻ കണ്ണൂരിലാണ് വരുന്നത്. ഞാനൊരു 9 കൊല്ലമായിട്ട് ഹംസവിദ്യ 10 കൊല്ലമായിട്ട് ഹംസവിദ്യ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിലില്ലായിരുന്നു, അതുകൊണ്ട് എന്താ എടുത്തെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യവും യോഗ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒബ്സ്റ്റക്കിൾസ് അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഓരോന്ന് പറയുമ്പോൾ എനിക്ക് കൈ പൊക്കിയിട്ട് അത് എനിക്കുള്ളതാണ് എനിക്കുള്ളതാണെന്ന് പറയണമെന്നുണ്ടായിരുന്നു. നമ്മള് കഴിഞ്ഞ കൊല്ലം 2025 ഫുൾ ഇയർ ആണ് ഈ യോഗസൂത്രം പ്രചരണം എന്ന രീതിയിൽ ഹംസയോഗ ഗുരുകുലം
അതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്താൻ ഉദ്ദേശിച്ചത്. അത് ഈ ഒരു കൊല്ലവും കണ്ടിന്യൂ ചെയ്യുന്നത് കണ്ടിട്ട് വളരെ സന്തോഷമുണ്ട്. കന്യാകുമാരി മുതൽ അല്ല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പല ഇടങ്ങളിലും കുറെ കൂടുതൽ ക്ലാസ്സുകൾ ഇതിനെപ്പറ്റി തന്നെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് നമ്മുടെ ഒരു ഗുരുകുലത്തിന്റെ ഒരു അഭിമാനമായിട്ട് ഞാൻ കാണുന്നു. അത് പലരിലേക്കും ആ ഒരു യോഗസൂത്രം എത്തുന്നുണ്ട്. യോഗേന്റെ ആധികാരികമായിട്ടുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള യോഗ എന്താന്ന് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നത് വളരെ ഒരു വലിയ കാര്യമാണ് നമ്മുടെ ഗുരുക്കന്മാര് ചെയ്യുന്നത്. അപ്പം ആദ്യമായി അവരുടെ പാദത്തിൽ നമസ്കരിക്കും. അതേപോലെ ഇതേപോലെ ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുന്ന പല ആൾക്കാരുണ്ട്. അവർക്കും ഒരു വലിയ അഭിനന്ദനം പറയേണ്ടതാണ്. അതും പറയുന്നു. നമസ്കാരം. എൻ്റെ പേര് ഋഷി, തൃശ്ശൂർ ജില്ലയിലാണ് വീട്, കൊടുങ്ങല്ലൂർ എന്ന് പറയും. അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സത്സംഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. അതിൽ എനിക്ക് പറയാന്ന് വെച്ചാല് ഇപ്പൊ എന്നിൽ നിലവിലുള്ള സോഫ്റ്റ്വെയർ മാറ്റി പുതിയൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയമായിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അതിനുള്ള ശ്രമങ്ങൾ തുടരും. പിന്നെ ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഇന്ന് നമുക്കിവിടെ ഈ സൗകര്യം ഒരുക്കി തന്ന സന്തോഷായ കുടുംബത്തിനും നന്ദി പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹംസവിദ്യ എന്ന വിഷയത്തെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പേര് ഇവിടെ വന്നത്, യോഗാസൂത്രം എന്നുള്ള വിഷയത്തെ പറ്റി. അപ്പോ എന്തായാലും ഇത്രയും പേര് അറിയാനും ക്ലാസ് എടുക്കാനും പരിചയപ്പെടാനും ഒക്കെ ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷം. ഇപ്പൊ നമ്മൾ 2 ദിവസം എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരുമിച്ച് ഉറങ്ങി കഴിച്ച് എല്ലാം കഴിഞ്ഞുപോയി. അപ്പം എന്തായാലും കേട്ട ക്ലാസ്സിനെ പറ്റി എനിക്ക് എന്താ മനസ്സിലായതെന്ന് എനിക്കിപ്പൊ പറയാൻ അറിയില്ല. അപ്പം അതെന്തായാലും ഇനിയിപ്പോ ജീവിതത്തിൽ മുന്നോട്ട് പ്രയോഗിച്ച് വരുമ്പോഴാണ് എന്തൊക്കെയാണ് എനിക്ക് മനസ്സിലായതെന്ന് എനിക്ക് മനസ്സിലാവുക. അപ്പോ എന്തായാലും ഇവിടെ നമ്മുടെ നവഗോത്ര ഗുരുകുലത്തില് ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷന്റെ ഒരു നേതൃത്വത്തില് ഇവിടെ വെച്ച് നടന്ന പരിപാടിക്ക് ഇത്രയും പേര് എത്തിച്ചേർന്നതിന് വളരെ സന്തോഷം. തുടർന്നുള്ള പരിപാടികള് എല്ലാവരെയും അറിയിക്കാം. താല്പര്യമുള്ളവര് നമ്മളായിട്ട് കൈകോർക്കാൻ വരിക. അപ്പം സ്നേഹം, സന്തോഷം, നന്ദി. ഞാൻ നന്ദി പറയാനാണ് വന്നത്. നന്ദി പറഞ്ഞു.